2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ കടം ദൈവം സ്വർഗത്തിൽ മായ്ച്ചു കളഞ്ഞതാണ്. പക്ഷെ അത് ഞാനിന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അതിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞ ഈ സൗജന്യം നമുക്ക് വേണ്ടതെല്ലാം യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ശരീരത്തിൽ പീഡയേക്കണ്ട, നമ്മൾ അതിനു വേണ്ടി വഴിപാടിനായിട്ട് കൊടുക്കണ്ട, മറ്റു സഭകൾ പഠിപ്പിക്കുന്ന പോലെ പാപമോചന ചീട്ട് വാങ്ങണ്ട. യേശുക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാര ബലിയായിട്ട് മരിച്ചുവെന്ന് മതപരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഒരു ക്രിസ്തീയ മതത്തിൽ ജനിച്ചത് മതപരമായിട്ട് അവനെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറം അവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അതിനാണ് ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൗജന്യമായിട്ടുള്ള നീതീകരണം, അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നത്. അതിപ്പോഴും പരസ്യമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഇപ്പോഴും പരസ്യമായിട്ടല്ലേ നമ്മൾ പരസ്യമായിട്ടല്ലേ പ്രസംഗിക്കുന്നത്. അത് രഹസ്യമൊന്നുമല്ല. കാരണം ഈ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു പറഞ്ഞാൽ ഏത് മനുഷ്യനും ഏത് സമയവും ഈ വിശ്വാസത്തിലേക്ക് വരാൻ കഴിയും. മനസ്സ് വേണം. അവിടെ ദൈവമല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. ഏത് പാപിക്കും ഏത് സമയത്തും ഇപ്പോൾ ദൈവത്തിലേക്ക് സൗജന്യമായിട്ടുള്ള പ്രവേശനം ഉണ്ട്. കാരണം യേശുക്രിസ്തുവിനെ പരസ്യമായിട്ട് ഇപ്പോഴും നിർത്തിയിരിക്കുക.